ഉൾപ്പെടെയുള്ള അല്ല ജംഷീർ, ഇത്രയധികം മണ്ണിടിഞ്ഞ് വീണിട്ടും അതുവഴി ഗതാഗതം നിയന്ത്രിക്കാതെ ഇരിക്കുന്നത്, വാഹനങ്ങൾ കടന്നു പോകുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകില്ലേ ജംഷീർ? തീർച്ചയായിട്ടും. അതായത് ഇവിടെ അധികൃതരാരും എത്തിയിട്ടില്ല. നാട്ടുകാർ ഇത് കണ്ടറിഞ്ഞ് വന്ന് നാട്ടുകാർ സ്വയം നിയന്ത്രിക്കുകയാണ് വാഹനങ്ങൾ. കാരണം വലിയ അപകടം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മലപ്പുറം പോലീസിന്റെ വാഹനം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വിലയിരുത്താനായിരിക്കാം തോന്നുന്നു ഇപ്പോൾ ആണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരികയോ ഈ പ്രധാന പാതയായിട്ടും ഇവിടെ വന്ന് പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ വാർത്ത നൽകി ഇതിനു ശേഷം, വാർത്ത ഓണയറിൽ പോയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. നാട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ എത്തി ഗതാഗതം നിയന്ത്രിക്കുന്നതും മറ്റുള്ളത്. ഈ മണ്ണ് ഇടിയുന്ന ഒരു സമയത്ത് ഒരു ബസ് ഇതിൽ വരികയും ആ ബസ് നിർത്തിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് നാട്ടുകാർ ആ ബസ് പിറകോട്ടെടുപ്പിച്ച് പിന്നീട് മണ്ണ് താഴേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആ ബസ് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാന പാതയാണ് ഇത്. ഈ പാതയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മലപ്പുറം പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറം സിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക്, നടപടികളിലേക്ക് നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു പാതയിലേക്കാണ് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് ശക്തമായ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. മഴ ഒരു പരിധിവരെ മഴ മാറി നിന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിലിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. ശക്തമായ മഴ തുടരുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിൽ, മണ്ണ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയിൽ തന്നെയാണ് പ്രദേശത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവർ. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് ഏതെല്ലാം തരത്തിലേക്കാണ് പോലീസ് പോകുന്നതെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. രണ്ട് സൈഡിലും ആളുകൾ നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരു ഭാഗത്ത് കൂടെ കടത്തിവിടുകയാണ്. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ റോഡിന്റെ ഗതാഗതം തന്നെ നിലക്കുന്ന അവസ്ഥയിലേക്ക് പോകും. പക്ഷെ അതിന് മുൻപ് വലിയൊരു അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ശരി. എന്തായാലും ഇപ്പോൾ പോലീസ് അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവിടെ എത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ, പ്രധാന പാതയാണ്, സംസ്ഥാന പാതയിലാണ് മണ്ണിടിഞ്ഞ് വീഴുന്നത്. ആ മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മഴ ശക്തമായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകും. നിലവിലിപ്പോൾ എന്തായാലും നിയന്ത്രണത്തോടുകൂടി വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ മഴ ശക്തമായി കഴിഞ്ഞാൽ കൂടുതൽ മണ്ണിടിഞ്ഞ് അത് റോഡിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. വിവരങ്ങളാണ് ജംഷീർ കൊടിഞ്ഞി സംഭവ സ്ഥലത്തു നിന്നും നൽകിയത്.